സർ, നിങ്ങളുടെ കഷണ്ടി വളരെ അഡ്വാൻസ്ഡ് ആണ്. മുൻഭാഗത്തും മധ്യഭാഗത്തും പിൻഭാഗത്തും ക്രൗൺ ഏരിയ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുടിയെടുക്കാൻ പറ്റുന്ന ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് ബുദ്ധിപരമായി ഉപയോഗിക്കണം. മുൻപ് നിങ്ങൾക്ക് കൂടുതൽ മുടിയുണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ അത് വളരെ പെട്ടെന്ന് ശോഷിച്ചു. ആ രീതിയിൽ നിങ്ങളുടെ മുടി നിലനിർത്താം. സർജറിക്ക് ശേഷം മുടി നിലനിർത്താനായി നിങ്ങളും കുറച്ച് പരിശ്രമിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ മുഹമ്മദ് അസറുദ്ദീൻ്റെ മുടിയുടെ പ്രൊസീജിയർ ചെയ്യാൻ പോകുകയാണ്. അസർ ഭായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ നേട്ടങ്ങളും റിസ്കി ഷോട്ടുകളും ഒക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുമ്പോൾ നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിന് ചെറുതായി കഷണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കിത് ഫിക്സ് ചെയ്യാം, 1994 ലുക്ക് തിരിച്ചു പിടിക്കാമെന്ന്. 84 ലുക്ക് നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 85 പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. 5-6 മാസത്തിന് ശേഷം നമ്മൾ ഹൈദരാബാദിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ വെച്ച് കാണുമ്പോൾ 84 ലുക്കോടെ കളിക്കാമെന്ന്. ഇതിനകം നിങ്ങൾ എന്നെ ഒരു മാച്ച് കളിക്കാൻ അവിടെ പ്രേരിപ്പിച്ചു. ഇദ്ദേഹം എനിക്ക് ബോൾ ചെയ്ത് കഴിഞ്ഞു. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ബോളിംഗ്? വെരി ഗുഡ്. കൊള്ളായിരുന്നോ? ഞാൻ അഥവാ ടെന്നീസ് ബോൾ നല്ലതായിരുന്നു, പക്ഷെ ക്രിക്കറ്റ് ബോൾ വെച്ച് നിങ്ങൾ എങ്ങനെ ബോൾ ചെയ്യുമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ചിലപ്പോൾ വളരെ ഭേദമായിരിക്കും. അപ്പോൾ താങ്ക് യു ഡോക്ടർ സാർ, ഇത്രയും നേരം എനിക്ക് വേണ്ടി ചെലവഴിച്ചത്. ഭായി, ഞങ്ങളോടൊപ്പം ഉള്ള ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഗുഡ് സാർ. സൂചി കുത്തല് ഞാൻ ശരിക്കും ആസ്വദിച്ചു. സൂചി കുത്തലോ? അതെ, സൂചി കുത്തല്. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ ഷേവ് ചെയ്തത് ഓർക്കുന്നു. ശരിക്കും എന്റെ മുടി, എന്റെ 5 വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുകയായിരുന്നു. അത് ശരി, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, പക്ഷെ എനിക്കൊട്ടും മുടിയില്ല എന്ന് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം. മാഡത്തിനോടും എനിക്ക് നന്ദിയുണ്ട്. ശരിക്കും അവര് ഒത്തിരി കെയർ ചെയ്തു എന്നെ. ഞാൻ ആദ്യമായി വന്നപ്പോൾ അവരാണ് എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്നും പറഞ്ഞു തന്നത്. ഒരു വൈമനസ്യത്തോടെയാണ് ഞാൻ ഇതിനെ കണ്ടത്. ഞാൻ കുമ്പളയെ നെറ്റിൽ മാത്രമേ നേരിട്ടിട്ടുള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെയും നേരിട്ടു. അദ്ദേഹത്തെ വീണ്ടും നേരിടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അതുപോലെ തന്നെ ആയിരുന്നു. ഇവിടുത്തെ ആളുകൾ, ക്ലിനിക്കിലെ എല്ലാവരും, എല്ലാ സ്റ്റാഫും വളരെ വിനീതരായാണ് പെരുമാറുന്നത്. ശരിക്കും ഞാൻ വളരെ ഹാപ്പിയാണ്.